പലപ്പോഴും വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ കണ്ട ജനകീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി എല്ലാവരും ചേർന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഈ വിശദീകരണം പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും അത്ര ദഹിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി സഹകരിച്ചിരുന്നുവെന്ന് തുറന്നു പറയുന്നത് വിവാദമായാലും പ്രശ്നമില്ലെന്ന MV ഗോവിന്ദന്റെ പരാമർശത്തിൽ ആടി ഉലഞ്ഞു CPM. പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിച്ചത്. ഞങ്ങൾക്ക് RSSുമായി യോജിപ്പിൻ്റേതായ ഒരു മേഖലയും ഇല്ല എന്നതാണ് വസ്തുത. ഇന്ന് വരെ അവരോട് ഐക്യപ്പെടാൻ കമ്മ്യൂണിസ്റ്റുകാർ പോയിട്ടില്ല. ഇന്നലെയും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല, നാളെയും യോജിപ്പുണ്ടാവില്ല. 215 CPMുകാരെ കൊലപ്പെടുത്തിയ സംഘടനയാണ് RSS. അവരോട് ഒരു തരത്തിലുള്ള സന്ധിയും അടിയന്തരാവസ്ഥ കാലത്ത് CPM ഉണ്ടാക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന ഒരു വർഗീയ കൂട്ടമാണ് RSS. ഏതെങ്കിലും തരത്തിൽ ഒരു വിവാദമുണ്ടാക്കി RSSുമായി ബന്ധപ്പെടുത്തി CPIMനെ ചിത്രീകരിക്കാം എന്ന് വെച്ചാൽ അതത്ര വേഗം അങ്ങ് ഏശുന്ന കാര്യമല്ല. ഗോവിന്ദന്റെ പ്രസ്താവന രാഷ്ട്രീയ ആയുധമാക്കിയ കോൺഗ്രസിനും മറുപടി. VD സതീശനെയും K സുധാകരനെയും ലക്ഷ്യമിട്ട് രൂക്ഷ വിമർശനം. ഫോട്ടോകൾക്ക് മുന്നിൽ ചിലർ താണു വണങ്ങിയ നില കേരളം കണ്ടതാണല്ലോ. RSS ശാഖക്ക് കാവൽ നിൽക്കലായിരുന്നു അന്നേരം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞത് പഴയ KPCC പ്രസിഡൻ്റല്ലേ. കോൺഗ്രസ് RSS ബന്ധം വ്യക്തമാക്കാൻ മാധ്യമപ്രവർത്തക നീരജ ചൗധരിയുടെ പുസ്തകവും ഉദ്ധരിച്ചു മുഖ്യമന്ത്രി. പിണറായി വിജയന്റെ അത്തരമൊരു കാഴ്ച വാർത്താ സമ്മേളനത്തിൽ അപൂർവമായതൊന്നാണ്. പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വാദങ്ങൾ നിരത്തി പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും CPMനുള്ളിൽ ആശങ്കയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജൻ നടത്തിയതിന് സമാനമായ പ്രതികരണമാണ് MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പിന്നീട് EP ജയരാജനുണ്ടായ അനുഭവം നമുക്കറിയാം. പാർട്ടിക്കുള്ളിൽ ഒരുപക്ഷെ ഈ വാദങ്ങൾ കൊണ്ട് MV ഗോവിന്ദന് പിടിച്ചു നിൽക്കാനാകില്ല. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.